തിരിച്ചു വരാൻ പറ്റും എന്നതാണ് തൗബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഇന്ന് വ്യഭിചരിച്ചാൽ ഇന്ന് തൗബ ചെയ്ത് നാളെ വീണ്ടും വ്യഭിചരിക്കാനാ? ഇന്ന് മദ്യപിച്ച ഒരാൾക്ക് തൗബ ചെയ്ത് നാളെയും മദ്യപിക്കാനാണോ സുഹൃത്തുക്കളെ? ഇന്ന് അശ്ലീലങ്ങൾ കണ്ട ഒരാൾക്ക് തൗബ ചെയ്ത് നാളെ അശ്ലീലങ്ങൾ ചെയ്യാനാണോ തൗബ? അല്ലല്ലോ. ഞാനൊരു തെറ്റുകാരനാണ്. ഈ തെറ്റുകൾ എന്നിൽ നിന്ന് മായ്ക്കപ്പെടില്ലെങ്കിൽ, ഈ തെറ്റിൻ്റെ കുറ്റത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ലെങ്കിൽ ഞാൻ എന്തിന് നന്നാവണമെന്ന് ആരും ആലോചിക്കില്ലേ? അതുകൊണ്ട് നിനക്ക് നന്നാവാൻ പറ്റും, നിനക്ക് തിരിച്ചു വരാൻ പറ്റും, നിന്റെ തിന്മകൾ പോലും നന്മകളാക്കി തരും എന്ന വാഗ്ദാനം അല്ല തന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങിച്ചെല്ലാനാണ്. പക്ഷെ എന്താണ് സുഹൃത്തുക്കളെ വേണ്ടത്? ഒന്ന്, സങ്കടം വേണം. ഇത്ര കാലം നല്ലൊരായുസ്സും നല്ലൊരു ജീവിതവും തോന്നിവാസങ്ങളിൽ കളഞ്ഞല്ലോ, കുറെ പണം ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ, ജീവിതത്തിൻ്റെ സന്തോഷകരമായ ആസ്വാദനങ്ങൾക്ക് ഇല്ലാതെ പോയല്ലോ എന്ന ഖേദം മനസ്സിൽ വേണം. ആ ഖേദം മനസ്സിൽ രൂപപ്പെടുന്നതോടുകൂടെ ഒരു മാറ്റം ആരംഭിക്കുന്നതിൽ അത് സംശയമില്ല.